പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവപാദപത്തിലായിരിക്കാനും കർത്താവിൻ്റെ സന്ധിയിൽ കൂടി വരുവാനും, അതുപോലെ ദൈവം തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹത്തിനും അനുഗ്രഹിക്കപ്പെട്ട കുടുംബം, തലമുറ, ശ്വസിക്കാനുള്ള വായു, ഭക്ഷിക്കാനുള്ള ആഹാരം, ധരിപ്പാനുള്ള വസ്ത്രം എല്ലാം നൽകി തന്ന ദൈവത്തിൻ്റെ എല്ലാ കൃപകൾക്കും കരുണകൾക്കുമായി കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ പ്രഭാതം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കുവാൻ ആധാരമായി, ദൈവവചന ചിന്തയിലേക്ക് കടക്കുവാൻ ആധാരമായി മത്തായി സുവിശേഷം 16 അധ്യായം 15-16 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നു. മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 15 and 16. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. വളരെ പരിചിതമായ ഒരു വാക്കാണിത്. ഇതിന്റെ പശ്ചാത്തലം നമുക്ക് വേഗത്തിൽ അറിയാം. യേശു കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുക, എന്നെ ആരെന്ന് പറയുന്നു. ചിലർ പറയുന്നു ഏലിയാവെന്ന്, ചിലർ പറയുന്നു മോശയാണെന്ന്, ചിലർ പറയുന്നു പ്രവാചകന്മാരിൽ ഒരുവനാണെന്ന്. അപ്പോൾ ജനം അങ്ങനെയും ഇങ്ങനെയും പറയുന്നു എന്നറിഞ്ഞുകൊണ്ട് യേശു കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. അതാണ് 15-ാമത്തെ വാക്യം. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു. അത് ചോദിച്ചതിന് ശിമോൻ പത്രോസ് മറുപടി പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ആ വാക്ക് വ്യക്തമാണ്. നീ ദൈവപുത്രനായ ക്രിസ്തുവാണ്. രക്ഷിപ്പാനുള്ളവൻ യേശു ക്രിസ്തു, യേശു രക്ഷിതാവ്. എല്ലാ യേശുവിന്റെ ദൗത്യവും യേശു ആരാണെന്നുള്ളതും എല്ലാം അതിനകത്തുണ്ട്. ഉടനെ യേശു മറുപടി പറയുന്നത്, ബറിയോനായ ശിമോനെ, നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഇതിനകത്തൊരു മർമ്മം അടങ്ങിയിട്ടുണ്ട്. ഏറ്റവും വലിയ കാര്യം, നീ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു, യേശു ക്രിസ്തുവാകുന്നു എന്ന് പറയുന്നതിനകത്ത് ലോകത്തെ രക്ഷിപ്പാനുള്ള മശിഹ, ലോകത്തെ രക്ഷിപ്പാനുള്ള യേശു കർത്താവ്, യേശുവിന്റെ കൂടെ ശിഷ്യന്മാരായിട്ട് കൂടി അക്ഷരാഭ്യാസം ഇല്ലാത്തവർ, മിടുക്കന്മാരല്ലാത്തവർ, അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനെ, 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ അവരുടെ എഴുതിയിട്ടുണ്ട്, സാമാന്യ ജനവും അക്ഷരാഭ്യാസം ഇല്ലാത്തവരും പഠിപ്പില്ലാത്തവരും. ഈ പഠിപ്പില്ലാത്ത സാമാന്യ ജനമായ പത്രോസിന്റെയും യോഹന്നാന്റെയും ജ്ഞാനം കാണുകയാലും അവരുടെ ധൈര്യം കാണുകയാലും ജനം ആശ്ചര്യപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെ വലിയൊരു യാഥാർത്ഥ്യമുണ്ട് പ്രിയരെ. ഇന്ന് പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനിയല്ല നമ്മൾ. IAS IPS ഇല്ലായിരിക്കും, അല്ലെങ്കിൽ ഉന്നതന്മാരായിരിക്കത്തില്ല. ഇനി ഏറ്റവും വലിയ ആ ഉന്നത ശ്രേണികളിൽ പെടുന്ന സമ്പത്ത് കൊണ്ടോ പ്രഭാവം കൊണ്ടോ പ്രശസ്തി കൊണ്ടോ നിങ്ങൾ ആ ഉന്നതമായ ശ്രേണിയിലുള്ളവരായിരിക്കത്തില്ല. പക്ഷേ ദൈവത്തിന്റെ ചെറിയൊരു ബ്രാക്കറ്റ് ഗ്രൂപ്പിനകത്ത് നീ ഉള്ളത് കൊണ്ടാണ് ഇന്ന് പ്രഭാതത്തിൽ ഈ ദിവസത്തിൽ ഈ സന്ദേശം കേൾക്കുന്നത്. കാര്യം, നിന്നെ തെരഞ്ഞെടുത്തു. അവൻ മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ച് തേജസ്കരിച്ചുമിരിക്കുന്നു. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. നിങ്ങളൊന്ന് അറിഞ്ഞേ, ഈ വിളിയൊന്ന് അറിഞ്ഞേ, ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് അറിഞ്ഞേ. യു ആർ ചോസൺ വൺ. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടയാളാ നീ. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടയാൾക്ക് മാത്രമേ പിതാവായ ദൈവം പുത്രനെ വെളിപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് യോഹന്നാൻ പറയുന്നു. അപ്പൊ പുത്രനായ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ ക്വാളിഫിക്കേഷനോ ക്വാളിറ്റിയോ പ്രശസ്തിയോ പണമോ അല്ല കാര്യം. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്, കൃപാധനത്താലുള്ള തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ചെറിയ ഗ്രൂപ്പിനകത്ത് കുഞ്ഞെ നീയുണ്ട്. നീ ഉണ്ടെന്ന് മാത്രമല്ല, നീ തെരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ നിന്നോടുകൂടെ നടക്കുന്ന, നിന്നെ ചേർത്തു പിടിക്കുന്ന, കൈവിടാതെ ഞാനോ എല്ലാ നാളും ലോകാവസാനത്തോളം കൂടി ഇരിക്കുമെന്ന് പറഞ്ഞ ആ കർത്താവ് കൂടെയുണ്ട്. യേശു കർത്താവ് ശിമോനോട് പറഞ്ഞു, ബറിയോനായ ശിമോനെ, നിനക്കിത് വെളിപ്പെടുത്തി തന്ന ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ്, സ്വർഗസ്ഥനായ ജീവനുള്ള പിതാവായ ദൈവം ശിമോൻ പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്തു. നമുക്കും അത് തന്നെയാണ്. ശിമോനെ ദൈവത്തിന് ആവശ്യമുണ്ട്. അന്നത്തെ പരീക്ഷനും സദൂക്യനും മഹാപുരോഹിതന്മാരും ഉന്നത കുലജാതന്മാരും ശ്രേഷ്ഠന്മാരും ഉണ്ടായപ്പോൾ അവരെല്ലാം മാറ്റി നിർത്തിയിട്ട് കടൽക്കരയിൽ മീൻ പിടിച്ചൊന്നും കിട്ടാതിരുന്ന ശിമോനെ വിളിച്ച് കൂടെ ചേർത്ത്
യേശുവിനെ ശിഷ്യനാക്കിയതുപോലെ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ കുഞ്ഞെ, നിന്നെ മുൻ നിയമിച്ച പ്രകാരം ദൈവം തെരഞ്ഞെടുത്തു. പിണ്ടാകാരമായിരുന്നപ്പോൾ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അല്ല. എഫെസ്യ ലേഖനം 1:4 പറയുന്നു, ലോകസ്ഥാപനത്തിന് മുൻപേ അവൻ പ്രിയനായവനിൽ നിന്നെ എന്നെ തെരഞ്ഞെടുത്തിരുന്നു. പുത്രനായ ക്രിസ്തുവിലൂടെ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പിലാണ് ഇനി വചനം കേൾക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിലാണ് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവമക്കളാകാൻ അവകാശം കൊടുത്തു. ഇതൊരു അവകാശമാണ്, ഇതൊരു പദവിയാണ് ദൈവം തന്നിരിക്കുന്നത്. ഇത് നമുക്ക് തമ്പുരാൻ തന്നിരിക്കുന്ന പദവിയാണ് പ്രിയരെ, ഈ ദൈവമക്കളാകുന്ന അവകാശം. നീ അവകാശമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ശിമോനോട് പറഞ്ഞു, ശിമോനെ നീ എന്നെ ആരെന്നാ പറയുന്നേ? പരീശന്മാർക്ക് അറിയത്തില്ല, സദൂക്യർ അവർക്കൊക്കെ ചിന്ത ഏതോ ഒരു പ്രവാചകൻ, മോശ, ഏലിയാവ് എന്തൊക്കെയാ പറയുന്നത്. എന്നാൽ നീ ഒന്ന് തിരിച്ചറിഞ്ഞേ, നീ അറിയുന്നത് മോശയല്ല, ഏലിയാവല്ല. നീ അറിഞ്ഞ സത്യമുണ്ടല്ലോ, ദൈവപുത്രനായ ക്രിസ്തു, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു നിന്നെ രക്ഷിക്കുവാൻ ലോകത്തിൽ ഇറങ്ങി വന്ന തന്റെ അതേ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസി രൂപമെടുത്ത് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി ഇറങ്ങി വന്ന അവതാര പുരുഷനായ യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞതൊരു ഭാഗ്യമാ. ഈ മശിഹയെ കണ്ടെത്തിയതൊരു ഭാഗ്യമാ. ഈ മശിഹ പറയും, ലോകാവസാനത്തിലുള്ള എല്ലാ നാളും ഞാൻ നിന്നോട് കൂടിയിരിക്കും, കൈവിട്ട് കളയത്തില്ല, ഞാൻ നിന്നെ കൈവിടുകയിൽ ഉപേക്ഷിക്കുകയുമില്ല. ചേർത്ത് പിടിക്കുന്ന ദൈവത്തിന്റെ കാര്യം കുഞ്ഞ് നിന്റെ കൂടെയുണ്ട്. ഇനി വചനം കേൾക്കുമ്പോൾ ദൈവം നിന്റെ കൂടെയുണ്ട്. പ്രതിസന്ധി ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം, നിനക്ക് വേണ്ടിയ സാമ്പത്തിക കടഭാരവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകാം. ഇതിനെല്ലാം അപ്പുറത്ത് അതൊക്കെ നിൽക്കുമ്പോൾ തന്നെ യേശു കൂടെയുണ്ട്. ഈ സാന്നിധ്യത്തിന്റെ കൂടെയുണ്ട്. ആ വിശ്വാസത്തോടെ കർത്താവിന്റെ മാറോട് ചേർന്ന് യാത്ര ചെയ്യാൻ പത്രോസിന്റെ കൂടെ ഉണ്ടായിരുന്നതുപോലെ, പൗലോസിന്റെ കൂടെ, അപ്പോസ്തലന്മാരുടെ കൂടെ ഉണ്ടായിരുന്നതുപോലെ, യേശുവും ആ സാന്നിധ്യവും അതിലുപരി വഴികാട്ടിയാകുന്ന പരിശുദ്ധാത്മാവ്, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് കൂടെയുണ്ടെന്നുള്ള ഉറപ്പോടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇനി വചനം കേൾക്കുന്ന ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. സ്വർഗത്തിന്റെ കൃപ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. അദൃശ്യ സാന്നിധ്യത്തുള്ളി മറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ നാമത്തിൽ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കുള്ള തിരിച്ചറിവ്, ആ മർമ്മം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനായി സ്തോത്രം. അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി ആ പുത്രനിലൂടെ ഞങ്ങളെ വീണ്ടെടുത്ത് സ്നേഹിച്ച്, കർത്താവെ, ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഞങ്ങളെ എണ്ണി അവന്റെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് കൊടുത്തിട്ടുള്ള ദൈവമക്കൾ എന്ന പദവി, അവകാശം അങ്ങ് ഞങ്ങൾക്ക് നൽകി തന്നിരിക്കാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കും. ഞങ്ങൾ എത്ര സമർപ്പിക്കുന്ന കർത്താവെ, ലോകാവസാനത്തോളം കൂടിയിരിക്കുന്ന ആ നാഥൻ ഞങ്ങളുടെ കൂടെയുള്ളത് കൊണ്ട്, ആ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ വഴികാട്ടിയാകുന്നതുകൊണ്ട് അങ്ങോട്ട് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം. എല്ലാ മാനവത്തോടെ എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവകൃപയ്ക്കുള്ളിൽ മറയുമാറാകട്ടെ. God bless you. Thank you so much.